നിറവിലേക്ക് സ്വാഗതം. ഈ ജീവിതത്തിൽ ദൈവത്തെ ആസ്വദിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഭാഗധേയം, പിന്നെയോ അവിടുത്തെ തിരുഹിതം നിറവേറ്റുക എന്നുള്ളതാണ്. വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ഈ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് നിറവിവിടെ ആരംഭിക്കുന്നു. അഭയ് വർഗീസിന്റെ ഗാനം കേൾക്കാം, ആസ്വദിക്കാം. ഒരിത്തിരി ഇടം തരുമോ എന്നീശോയെ, നിൻ ഹൃത്തിലെന്നെ ചേർത്തിടുമോ? ഒരിത്തിരി ഇടം തരുമോ എന്നീശോയെ, നിൻ ഹൃത്തിലെന്നെ ചേർത്തിടുമോ? നിന്റെ സ്നേഹം ഞാൻ നുകർന്നോട്ടെ, നിന്റെ ഹൃത്തിൽ ഞാനൊന്നലിഞ്ഞോട്ടെ. നിന്റെ സ്നേഹം ഞാൻ നുകർന്നോട്ടെ, നിന്റെ ഹൃത്തിൽ ഞാനൊന്നലിഞ്ഞോട്ടെ. എൻ്റെ ഈശോയേ, എൻ്റെ ഈശോയേ, ഒരിത്തിരി ഇടം തരുമോ എന്നീശോയെ, നിൻ ഹൃത്തിലെന്നെ ചേർത്തിടുമോ? ഇനിയൊരു ഹൃദയം മാത്രം എനിക്കും എൻ്റെ ഈശോയ്ക്കും, ഇനിയൊരു സ്വഭാവം മാത്രം എനിക്കും എൻ്റെ ഈശോയ്ക്കും. ഇനിയൊരു ഹൃദയം മാത്രം എനിക്കും എൻ്റെ ഈശോയ്ക്കും, ഇനിയൊരു സ്വഭാവം മാത്രം എനിക്കും എൻ്റെ ഈശോയ്ക്കും. നിന്റേതെല്ലാം എനിക്കും, എൻ്റേതെല്ലാം നിനക്കും. നിന്റേതെല്ലാം എനിക്കും, എൻ്റേതെല്ലാം നിനക്കും. എൻ്റെ ഈശോയേ, എൻ്റെ ഈശോയേ, സുഖമെനിക്കിനി വേണ്ട ഈശോയേ, നീ മാത്രം മതി എനിക്കുമെന്നും ഈശോയേ. ഈ ലോക സുഖമെനിക്കിനി
എനിക്കുമെന്നും യേശുവേ. പാപത്താൽ നിന്നെ പിരിയുവാൻ എന്നെ നീടയാക്കരുതേ. പാപം പൊറുത്തെന്നെ പുണരണേ എൻ്റെ ഈശോയേ, എൻ്റെ ഈശോയേ. ഒരിത്തിരി ഇടം തരുമോ എന്നീശോയേ, നിൻ ഹൃത്തിലെന്നെ ചേർത്തിടുമോ. ഒരിത്തിരി ഇടം തരുമോ എന്നീശോയേ, നിൻ ഹൃത്തിലെന്നെ ചേർത്തിടുമോ. നിന്റെ സ്നേഹം ഞാൻ നുകർന്നോട്ടെ, നിന്റെ ഹൃത്തിൽ ഞാനൊന്നലിഞ്ഞോട്ടെ. നിന്റെ സ്നേഹം ഞാൻ നുകർന്നോട്ടെ, നിന്റെ ഹൃത്തിൽ ഞാനൊന്നലിഞ്ഞോട്ടെ. എൻ്റെ ഈശോയേ, എൻ്റെ ഈശോയേ. ഒരിത്തിരി ഇടം തരുമോ എന്നീശോയേ, നിൻ ഹൃത്തിലെന്നെ ചേർത്തിടുമോ. ദമ്പതികൾ തമ്മിലുള്ള വിശ്വാസത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഷിജു ടീച്ചറാണ്. കാണാം തോട്ട്സ് ഫോർ ലൈഫ്. നമസ്കാരം. പരസ്പരം നിസ്വാർത്ഥമായും സമർപ്പണ ബുദ്ധിയോടും കൂടി സ്നേഹിക്കുന്ന ദമ്പതികളുടെ മുഖത്തെ പുഞ്ചിരിയും അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിൻ്റെ ഊഷ്മളതയുമൊക്കെ വിടർന്നു വരുന്ന ഒരു പനിനീർ പൂവിനേക്കാൾ മഹത്തരമാണ്, മനോഹരമാണ് എന്ന് പറഞ്ഞത് മലയാളത്തിലെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ്. അതെ, ദമ്പതികൾ തമ്മിലുള്ള ഏറ്റവും നിഷ്കളങ്കമായ സ്നേഹമായിരിക്കണം അവരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കേണ്ടത്. ഒരു കഥ കൂട്ടിച്ചേർക്കാമെന്ന് തോന്നുന്നു. യഹൂദ പാരമ്പര്യത്തിലെ കഥയാണ്. അതായത് ദമ്പതികളായ ജോവാക്കീം റബേക്ക. ഇവർ വിവാഹിതരായിട്ട് ഏതാണ്ട് 10 വർഷത്തിലധികമായിട്ടും ഇവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അപ്പോൾ അന്നത്തെ പാരമ്പര്യം അനുസരിച്ച്, നിയമം അനുശാസിക്കുന്നത് പ്രകാരം നമ്മുടെ ഈ ജോവാക്കീം റബേക്ക എന്ന് പറയുന്ന തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്ന വിവരം ഭാര്യയോട് നേരത്തെ പറയണമെന്നോ അവളോട് ആലോചിക്കണമെന്നോ ഒന്നും അന്നത്തെ സംസ്കാരത്തിലില്ല, അല്ലെങ്കിൽ അന്നത്തെ നിയമത്തിലില്ല. അതുകൊണ്ട് തന്നെ റബേക്ക ഇതറിയാതെ പോകുന്നു തൻ്റെ ഭർത്താവിൻ്റെ തീരുമാനം. ഇതിൻ്റെ തീരുമാനങ്ങളൊക്കെ ഇങ്ങനെ ഗൗരവമായി മുൻപോട്ട് നടക്കുമ്പോൾ, ആലോചനകളൊക്കെ മുൻപോട്ട് നീങ്ങുമ്പോൾ, അവിടുത്തെ സിനഗോഗിലെ റബ്ബിയാണ് റബേക്കയോട് ചോദിക്കുന്നത്, നിന്റെ ഭർത്താവ് നിന്നെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചല്ലോ, നീ അറിഞ്ഞില്ലേ? നീ അതേക്കുറിച്ച് എന്തു പറയുന്നു? അപ്പോൾ റബേക്ക അന്തം വിട്ട് തന്നെ പറയുകയാണ്, അമ്പരപ്പോടെ പറയുകയാണ്, ഞാൻ അറിഞ്ഞില്ല, എന്നോടാരും പറഞ്ഞില്ല. വീണ്ടും ദിവസങ്ങൾ മുൻപോട്ട് പോയി. അവസാനം ജോവാക്കീം തീരുമാനിച്ചു, ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ വിളിച്ചുകൂട്ടി ഒരു വലിയ വിരുന്ന് നടത്താം. ആ വിരുന്നിൽ വെച്ച് ഔദ്യോഗികമായി എല്ലാവരോടും പ്രഖ്യാപിക്കാം, ഇത്രയും കാലം തൻ്റെ ഭാര്യയായിരുന്ന റബേക്കയെ താൻ ഉപേക്ഷിക്കുകയാണ്, മക്കളില്ലാത്തതുകൊണ്ട് ഒരു പുനർവിവാഹം നടത്താൻ വേണ്ടി ആലോചിക്കുകയാണ് എന്ന് വിരുന്നിൽ വെച്ച് പ്രഖ്യാപിക്കാം. അങ്ങനെ വിരുന്നിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. അപ്പോഴും റബേക്കയോട് ജോവാക്കീം പറയുന്നില്ല കാര്യം. വിരുന്നിന് ആളുകളെത്തി, വിരുന്ന് പുരോഗമിക്കുകയാണ്. എല്ലാവരും നന്നായി മദ്യമൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ മദ്യം കഴിച്ച് ഉന്മത്തനായ അവസ്ഥയിൽ തൻ്റെ തീരുമാനം വന്നവരോടൊക്കെ വിളംബരം ചെയ്തു. അവസാനം തിരിഞ്ഞ് റബേക്കയോട് പറഞ്ഞു, ഞാൻ നിന്നെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത്രയും കാലം നീ എൻ്റെ ഭാര്യ ആയിരുന്നല്ലോ, അതുകൊണ്ട് നിനക്ക് ഈ വീട്ടിൽ നിന്നും എന്തു വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാം. നിൻ്റെ പിതൃഭവനത്തിലേക്ക് നിന്നെ ഞാൻ നാളെ യാത്രയാക്കുകയാണ്. നിനക്ക് എന്തു വേണമോ, ഇഷ്ടമുള്ളത് എന്തും നീ എടുത്തുകൊണ്ട് പോയിക്കൊള്ളൂ, അനുവാദം തന്നിരിക്കുന്നു. റബേക്ക ഒന്നും മിണ്ടിയില്ല. വീണ്ടും അദ്ദേഹം
മദ്യം കഴിച്ചു, അങ്ങനെ വീഞ്ഞു കുടിച്ച് ഉന്മത്തനായ അവസ്ഥയിൽ കുറേ കൂടെ കഴിഞ്ഞപ്പോൾ ബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലായി. കുറേ കഴിഞ്ഞപ്പോൾ ഉന്മത്തനായി അല്ലെങ്കിൽ മത്തുപിടിച്ച് ബോധരഹിതനായി കിടക്കുന്ന ഈ ജോവാക്കീമിനെ റെബേക്ക 2 ഭൃത്യരുടെ കൂടെ സഹായത്തോടുകൂടി താങ്ങിയെടുത്ത് തൻ്റെ പിതൃഭവനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. പിറ്റേന്ന് രാവിലെ ജോവാക്കീം കണ്ണു തുറക്കുമ്പോൾ റബേക്കയുടെ പിതാവിൻ്റെ ഭവനത്തിലാണ് അയാൾ. ഇതെങ്ങനെ സംഭവിച്ചു എന്ന അമ്പരപ്പോടെ അയാൾ റബേക്കയെ നോക്കുമ്പോൾ റബേക്ക ഏതാണ്ടൊരു പുഞ്ചിരിയോടുകൂടി തന്നെ പറഞ്ഞു, ശാന്തസ്വരത്തിൽ പറഞ്ഞു, നിങ്ങളല്ലേ ഇന്നലെ എന്നോട് പറഞ്ഞത് എനിക്ക് ഏറ്റവും വിലപിടിപ്പുള്ളതിനെ അല്ലെങ്കിൽ ഏറ്റവും താല്പര്യമുള്ളതിനെ എടുത്തുകൊണ്ട് പൊയ്ക്കോളാൻ. ഞാനത് സ്വീകരിച്ചു. എനിക്ക് ആ വീട്ടിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് ആ വീട്ടിൽ നിന്ന് തന്നെയല്ല, ഈ ലോകത്തിൽ എനിക്ക് ഏറ്റവും വിലയുള്ളതായി തോന്നിയത് നിങ്ങളെയാണ്. എനിക്കത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ജോവാക്കീമിൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ജോവാക്കീം അത്രയും കാലം തൻ്റെ ഭാര്യയായിരുന്ന ആ സ്ത്രീയുടെ സ്നേഹം ഇപ്പോൾ മാത്രമാണല്ലോ തിരിച്ചറിയുന്നത് എന്ന ആ ഒരു തിരിച്ചറിവിൽ കണ്ണ് നിറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഇതായിരിക്കണം ദമ്പതികളുടെ ഇടയിലെ സ്നേഹം. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, എത്രയധികം സ്നേഹിക്കണം, എന്തുമാത്രമാണ് സ്നേഹിക്കേണ്ടത്? ഇതാണ് സ്നേഹത്തിൻ്റെ നിർവചനം. പ്രത്യേകിച്ച് ദമ്പതികളുടെ ഇടയിലെ സ്നേഹത്തിൻ്റെ നിർവചനം ഇത് തന്നെയാണ്. ലോകത്തിൽ മറ്റൊന്നും ഇതിലും വിലപിടിപ്പുള്ളതായിട്ട് അവർക്ക് തോന്നരുത്. തൻ്റെ പങ്കാളിയേക്കാൾ വിലയുള്ളതായി മഹത്തരമായി മറ്റൊന്നിനെയും തോന്നാത്ത വിധത്തിലുള്ള സ്നേഹം. അതായിരിക്കണം ദാമ്പത്യത്തിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത് തന്നെ. അങ്ങനെ ചേർത്ത് പിടിച്ചു സ്നേഹിക്കുമ്പോൾ അവർക്ക് മനസ്സിൽ ഒരു സംതൃപ്തി ഉണ്ടാകും, ഹൃദയത്തിൽ ഒരു നിറവുണ്ടാകും. ഇതിൽ കൂടുതലായി എനിക്ക് സ്നേഹിക്കാൻ സാധിക്കില്ല എന്ന മട്ടിൽ സ്നേഹിക്കാൻ, എന്ന രീതിയിൽ സ്നേഹിക്കാൻ സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ ധാരാളം കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അതായത് പങ്കാളിയുടെ സ്വഭാവ ദൂഷ്യം, മറ്റു ചില കുറവുകൾ, സൗന്ദര്യമില്ലായ്മ, അല്ലെങ്കിൽ വേണ്ടത്ര പഠിപ്പില്ലായ്മ, കുടുംബ മഹിമയില്ലായ്മ, ഇതൊക്കെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. പക്ഷേ സ്നേഹിക്കാൻ ഒരൊറ്റ കാരണമേ കാണിക്കാനുള്ളൂ. അതായത് ദൈവം നമുക്ക് വേണ്ടി തന്ന വിശുദ്ധമായ ദാനമാണിത്. എനിക്ക് വേണ്ടി തന്നെ ദൈവം തന്ന ദാനമാണിത്. ഈ ദാനത്തെ ഞാൻ സ്നേഹിക്കും. ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നത് പോലെ അതോടൊപ്പം ദൈവത്തിൻ്റെ പ്രതിരൂപമായി ദൈവം എനിക്ക് വേണ്ടി തന്നിട്ടുള്ള ഈ ജീവിത പങ്കാളിയെ ഞാൻ സ്നേഹിക്കും. ആ ഒരൊറ്റ കാരണം മതി. അല്ലെങ്കിൽ ദൈവം തൻ്റെ ജനത്തെ സ്നേഹിച്ചതുപോലെ ഞാൻ ഈ പങ്കാളി, ദൈവം കാണിച്ചു തന്ന മാതൃക പോലെ ഞാൻ എൻ്റെ പങ്കാളിയെ സ്നേഹിക്കും. ഇതായിരിക്കണം നമ്മുടെ മുൻപിലുള്ള ദാമ്പത്യ സ്നേഹത്തിൻ്റെ മാതൃക എന്ന് പറയുന്നത് തന്നെ. ദൈവം തനിക്ക് വേണ്ടി മാത്രമായി അയച്ചിരിക്കുന്ന ചിറകുകളില്ലാത്ത കാവൽ മാലാഖയാണ് തൻ്റെ ജീവിത പങ്കാളി എന്നതായിരിക്കണം പങ്കാളിയോടുള്ള നമ്മുടെ മനോഭാവം, നമ്മുടെ സമർപ്പണം, നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത്. വളരെ ശ്രദ്ധേയമായ ഒരു വാചകമുണ്ട്. അതിങ്ങനെയാണ്: ഇഫ് എ മാൻ എക്സ്പെക്ട്സ് എ വുമൺ ടു ബി ആൻ ഏഞ്ചൽ, ക്രിയേറ്റ് എ ഹെവൻ ഫോർ ഹെർ. അതായത് ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു പുരുഷൻ തൻ്റെ സ്ത്രീയെ ഒരു മാലാഖയായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് വേണ്ടി ഒരു സ്വർഗമുണ്ടാക്കണം. ഇത് തിരിച്ചും നമുക്ക് പറയാവുന്നതാണ്. ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനെ ഒരു ദൈവദൂതനായിട്ടോ ഒരു മാലാഖയായോ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി ഒരു സ്വർഗം തന്നെ സൃഷ്ടിക്കണം. കാരണം മാലാഖന്മാർ വസിക്കുന്നതും വ്യാപരിക്കുന്നതും സ്വർഗത്തിലാണല്ലോ. അത് സ്വർഗമുണ്ടാക്കാതെ നമുക്കെങ്ങനെയാണ് ജീവിത പങ്കാളി ഒരു മാലാഖ ആകണം എന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് തന്നെ. ഇതുപോലെ അളവില്ലാത്ത വിധമുള്ള പരസ്പര സ്നേഹത്തോടെ ഒപ്പം തന്നെ ദാമ്പത്യത്തിന് വേണ്ടി, മനോഹരമായ ദാമ്പത്യത്തിന് വേണ്ടി നമുക്ക് വേണ്ടതാണ് വിശുദ്ധിയും അല്ലെങ്കിൽ വിശ്വസ്തതയും. 2016 കൊളംബിയയിൽ ഒരു വിമാന അപകടം നടന്നു. ഈ വിമാന അപകടത്തിൽ പെട്ടവർ കോപ്പ അമേരിക്ക ഫുട്ബോൾ കളിക്ക് വേണ്ടി പോയ ബ്രസീലിയൻ ഫുട്ബോൾ ക്ലബിലെയൊക്കെ കളിക്കാരും അവരുടെ പരിശീലകരും കുറേ മാധ്യമ പ്രവർത്തകരും ഒക്കെ ആയിരുന്നു. മലമടക്കുകളിലേക്കാണ് വിമാനം തലകുത്തി വീണത്. അതിൻ്റെ കാരണമായി പറയുന്നത് പൈലറ്റ് വേണ്ടത്ര ഇന്ധനം നിറയ്ക്കാൻ ശ്രദ്ധിച്ചില്ല എന്നൊക്കെയാണ്. എന്തായാലും കൊള്ളാം, 73 പേരിൽ ഏതാണ്ട് 70 പേരും മരിക്കുകയാണ്. രക്ഷപ്പെട്ട 3 കളിക്കാരിൽ ഒരാൾ അലൻ റഷറായിരുന്നു. ഒരു ബ്രസീലിയൻ ക്ലബിൻ്റെ കളിക്കാരനായിരുന്നു. ഇദ്ദേഹം എല്ലുകൾ നുറുങ്ങി കഠിനമായ വേദന അനുഭവിക്കുകയാണ് ഈ അപകട സ്ഥലത്ത്. അവിടെ നിന്ന് രക്ഷാപ്രവർത്തകർ ഇദ്ദേഹത്തെ സ്ട്രെച്ചറിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുകയാണ്. ഹോസ്പിറ്റലിലേക്കും
അതിനു മുൻപായി ആംബുലൻസിലേക്കും ഒക്കെ കയറ്റാൻ ശ്രമിക്കുമ്പോഴും ഈ കഠിനമായ വേദനയ്ക്കിടയിലും നിലവിളിച്ചുകൊണ്ടിരുന്ന ഒരു വാചകം കേൾവിക്കാരുടെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു. ഇദ്ദേഹത്തിൻ്റെ വാക്യം ഇതായിരുന്നു: സേവ് മൈ വെഡിങ് റിംഗ്, എൻ്റെ വിവാഹമോതിരം രക്ഷിച്ചെടുക്കണം എന്നതായിരുന്നു. ഒരുപക്ഷെ തൻ്റെ ഭാര്യയോട് മരണത്തോളമുള്ള തൻ്റെ വിശ്വസ്തതയുടെ പ്രതീകമായി അദ്ദേഹം കരുതിയത് ആ വിവാഹമോതിരത്തെ ആയിരിക്കാം. നമ്മുടെയൊക്കെ നാട്ടിൽ വിവാഹമോതിരത്തേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്നത് താലിമാലയാണ്, അല്ലെങ്കിൽ മിന്നാണ്. കഴുത്തിൽ അണിയിക്കുന്ന മിന്നാണ്, മിന്ന് മാലയാണ്. ഈ മിന്നുമാലയുടെ ശോഭ കെടാതെ അങ്ങോളം സൂക്ഷിക്കണമെങ്കിൽ ദമ്പതികൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്, അതീവമായ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അത് മിന്നണിയുന്ന ആൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, മിന്നണിയിച്ച ആളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതീവമായ ജാഗ്രതയോടെയും ശ്രദ്ധയോടെയും വിശുദ്ധമായ രീതിയിലും ഈ ബന്ധത്തെ, പരിശുദ്ധമായ ബന്ധത്തെ കൈകാര്യം ചെയ്യാൻ ദമ്പതികൾ ശ്രദ്ധിച്ചേ മതിയാകൂ. അതിനുള്ള ദൈവാനുഗ്രഹത്തിനായി നിത്യേന എന്നവണ്ണം പ്രാർത്ഥിക്കുകയും വേണം. ദാമ്പത്യ ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ ദമ്പതികളുടെ ഇടയിലുള്ള വിശുദ്ധമായ സ്നേഹത്തെയും വിശ്വസ്തതയെയും കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഓർമ്മയുള്ള മറ്റൊരു കഥ കൂടിയുണ്ട്. അത് അർമീനിയയിലെ രാജാവായ തിഗ്രാനസിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും കഥയാണ്. ഒരിക്കൽ അർമീനിയയിലെ ഈ തിഗ്രാനസ് രാജാവിനെ പേർഷ്യൻ രാജാവായ സൈറസ് ആക്രമിച്ച് കീഴടക്കി. അന്നത്തെ ഒരു തീരുമാനമനുസരിച്ച്, അല്ലെങ്കിൽ അന്നത്തെ ഒരു രീതി അനുസരിച്ച് സൈറസ് തിഗ്രാനസിനെയും തിഗ്രാനസിൻ്റെ ഭാര്യയായ രാജ്ഞിയെ, അദ്ദേഹത്തിൻ്റെ രാജ്ഞിയെയും തടവിലാക്കി. തിഗ്രാനസ് രാജാവിനെ കൽത്തുറുങ്കിൽ ശരിക്കും അടച്ചു. പക്ഷേ തിഗ്രാനസിൻ്റെ ഭാര്യയെ സൈറസ് തൻ്റെ കൊട്ടാരത്തിൽ ദാസിയായിട്ട് നിയോഗിക്കുകയാണ് ചെയ്തത്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സൈറസിൻ്റെ കണ്ണിൽ ഈ തിഗ്രാനസിൻ്റെ ഭാര്യയുടെ സൗന്ദര്യം കണ്ണിലുടക്കി എന്ന് തന്നെ പറയാം. അപ്പോൾ അതിൽ ആകർഷിതനായി സൈറസ് രാജാവ് തടവിൽ കഴിയുന്ന തിഗ്രാനസിനെ കണ്ടു പറയുകയാണ്: നിങ്ങളുടെ ഭാര്യയെ എനിക്ക് സ്വന്തമാക്കി തന്നേക്കൂ, നിങ്ങളെ ഞാൻ സ്വതന്ത്രനായി വിടാം, ഈ തടവിൽ നിന്ന് നിങ്ങളെ പുറത്ത് വിട്ടേക്കാം, നിങ്ങളുടെ ഭാര്യയെ പക്ഷേ എനിക്ക് സ്വന്തമായി തരണം. ഇത് കേട്ടതിന് ഉടനെ തന്നെ തിഗ്രാനസ് പറഞ്ഞു: നിങ്ങൾ എൻ്റെ ജീവൻ എടുത്തോളൂ, എന്നെ കൊന്നോളൂ, പക്ഷേ എൻ്റെ ഭാര്യയെ നിങ്ങൾ അടിമയാക്കരുത്, അവൾക്ക് നിങ്ങൾ സ്വാതന്ത്ര്യം കൊടുക്കണം. ഒരിക്കലും നിങ്ങൾ എനിക്ക് സ്വാതന്ത്ര്യം തരണ്ട, എൻ്റെ ഭാര്യയെ സ്വതന്ത്രയാക്കി വിട്ടാൽ മതി. അവളെ നിങ്ങൾ കഠിനമായ രീതിയിൽ ഒരു അടിമയാക്കി ഒരിക്കലും സൂക്ഷിക്കരുത്, അവളുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കരുത്. വാസ്തവത്തിൽ തിഗ്രാനസിന് തൻ്റെ ഭാര്യയോടുള്ള ഈ സ്നേഹം കണ്ടിട്ട് സൈറസ് രാജാവ് രണ്ടുപേരെയും മോചിപ്പിക്കുകയാണ്, രണ്ടുപേരെയും സ്വതന്ത്രരാക്കി വിടുകയാണ്. അങ്ങനെ സ്വതന്ത്രരായ രണ്ടുപേരും സ്വന്തം രാജ്യമൊക്കെ വീണ്ടെടുത്ത് രാജ്യത്തിലെത്തി ജീവിക്കുന്നതിനിടയ്ക്ക് കുറേ നാൾ കഴിഞ്ഞപ്പോൾ തിഗ്രാനസ് ഭാര്യയോട് ചോദിക്കുകയാണ്: നീ കുറേ നാൾ സൈറസ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ ദാസിയായി ജീവിച്ചതല്ലേ, ഈ സൈറസ് രാജാവ് ആളെങ്ങനെയുണ്ട്? അപ്പോൾ കൂടുതൽ ഒന്നും ആലോചിക്കാതെ തിഗ്രാനസിൻ്റെ ഭാര്യ അയാളോട് പറയുകയാണ്: ഞാൻ സൈറസ് രാജാവിനെ എൻ്റെ കണ്ണിൽ കണ്ടിട്ടേയില്ല. എനിക്ക് വേണ്ടി ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായ നിങ്ങളുടെ ഒരാളുടെ മുഖം മാത്രമേ എൻ്റെ കൺമുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങളൊരാൾ മാത്രമേ എൻ്റെ ഹൃദയത്തിലും ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് സൈറസ് രാജാവിൻ്റെ മുഖം എങ്ങനെയായിരുന്നു, അയാൾ എങ്ങനെയുള്ള ആളായിരുന്നു, ഇതൊന്നും ഞാൻ കണ്ടിട്ടേയില്ല എന്ന്. ഇതാണ് വിശുദ്ധമായ ദാമ്പത്യം, അല്ലെങ്കിൽ ദാമ്പത്യ ബന്ധത്തിലെ വിശുദ്ധമായ സ്നേഹം എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളെ മാത്രമേ എൻ്റെ കൺമുൻപിൽ കാണുന്നുള്ളൂ, നിങ്ങളുടെ സ്നേഹം മാത്രമേ എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞിട്ടുള്ളൂ എന്ന് ജീവിത പങ്കാളിയോട് പറയാൻ നമുക്ക് സാധിക്കുന്നിടത്തോളം വിശുദ്ധമായി സ്നേഹിക്കാൻ നമുക്ക് പറ്റണം. അതാണ് നമ്മുടെ ദാമ്പത്യത്തിൻ്റെ മനോഹാരിതയും ഊഷ്മളതയും എന്ന് പറയുന്നത്. ചില അലോസരങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടായേക്കാം, പക്ഷേ എല്ലാ ചെറിയ ചലനങ്ങളെയും ഭൂകമ്പമായി നാം എണ്ണേണ്ടതൊന്നുമില്ല. കാത്തിരുന്നാൽ മതി, അലോസരങ്ങളൊക്കെ താനെ അടങ്ങിക്കോളും. എത്ര കലങ്ങിയാലും തെളിയാത്ത പുഴയൊന്നുമില്ലല്ലോ. ശാന്തമായി നമ്മൾ അത് അടിയാൻ, അല്ലെങ്കിൽ അതിലെ കലക്കവെള്ളമൊക്കെ ഒന്ന് മാറാൻ അടിയാനുള്ള അവസരം അല്ലെങ്കിൽ സമയം കൊടുത്താൽ മാത്രം മതി. അതിനുവേണ്ടി നമ്മൾ ഒരിക്കലും അസ്വസ്ഥതപ്പെടേണ്ട കാര്യമില്ല. എടുത്തു ചാടി നമ്മുടെ തീരുമാനങ്ങൾ മറ്റൊരാളുടെ മേൽ അടിച്ചേൽപ്പിക്കേണ്ടതില്ല. അതീശത്വ മനോഭാവത്തോടെ മറ്റൊരാളുടെ മേൽ കടന്നു കയറേണ്ടതുമില്ല. മനോഹരമായ ദാമ്പത്യ ബന്ധത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ സ്നേഹവും വിശ്വസ്തതയും തന്നെയാണ്. നാം വിളമ്പുന്ന ഭക്ഷണത്തിലും നാം പങ്കുവെക്കുന്ന വിശേഷങ്ങളിലുമൊക്കെ ഈ സ്നേഹം തുളുമ്പി നിൽക്കണം. സ്നേഹിക്കാൻ അറിയാത്തവരുടെയും സ്നേഹിക്കാൻ മറന്നുപോയവരുടെയും മുൻപിൽ വിശുദ്ധിയോടെ സ്നേഹിക്കുന്നവർ, സമർപ്പണ ബുദ്ധിയോടെ സ്നേഹിക്കുന്നവർ ഓർമ്മപ്പെടുത്തലുകളാവണം, അടയാളപ്പെടുത്തലുകളാവണം. ശരിയല്ലേ?
പോസിറ്റീവ് വൈബ്സിൽ നിശ്ചയിച്ച് റെഡിയാണ്. കാണാം പുതിയ വീഡിയോയും അതിലെ ദൈവചിന്തയും. പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. അരുതുകളെയും വിലക്കുകളെയും ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ഇടയിൽ ചുരുക്കമായിരിക്കും. പലപ്പോഴും അരുതുകളും വിലക്കുകളും ഏർപ്പെടുത്തുന്ന വ്യക്തികളെയും നമുക്ക് ഉൾക്കൊള്ളുവാൻ ബുദ്ധിമുട്ടാണ്. അതിനെക്കുറിച്ച് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു വീഡിയോയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. താൻ വരുന്നില്ലേ? കുറെ നേരമായല്ലോ ഈ പണി തുടങ്ങിയിട്ട്. പോവാം. ഞാൻ കുറച്ചുകൂടെ ഒന്ന് വരച്ചു നോക്കിയതാ. ആഹാ, കൊള്ളാലോ. അമ്മേനെ അത്രയ്ക്ക് ഇഷ്ടാണോ? അമ്മേനെ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ചില സമയത്ത് അമ്മയോട് എനിക്ക് ശരിക്കും ദേഷ്യം തോന്നും. രാവിലെ 5:30 ആകുമ്പോഴേക്കും വിളിച്ചെണിപ്പിക്കാൻ തുടങ്ങും പള്ളി പോവാൻ. എനിക്കാണെങ്കിൽ അത് തീരെ ഇഷ്ടമല്ല. രാവിലെ എണീറ്റ് പള്ളി പോണെന്ന് യാതൊരു വിചാരവും ഇല്ല. ഉറക്കം എണീക്ക അങ്ങട്. ഹലോ, സ്വപ്നം കാണാണോ? ഒന്നുമില്ല. വാ എനിക്ക്. ബോയ് ഫ്രണ്ട്സ് ഉണ്ടോ? ഏയ്, അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നുമില്ല. എന്നാലും കൂടെ പഠിച്ചവരൊക്കെ ഫ്രണ്ട്സ് ആവില്ലേ? എനിക്കും അങ്ങനൊക്കെ തന്നെ. അല്ല, നേരത്തെ എന്താ അങ്ങനെ ചോദിച്ചേ? എന്ത്? അല്ല, ബോയ് ഫ്രണ്ട്സ് ഉണ്ടോന്നേ. ഓ, അതോ. അമ്മയ്ക്ക് ചില സമയത്ത് ഒരു സ്വഭാവമുണ്ട്. ബോയ്സിന്റെ അടുത്ത് സംസാരിക്കണ പിന്നെ അത് മതി. ഹായ്. ഹായ്. പോരണില്ലേ? ബൈ. നിനക്കെന്താ ബോധല്ലേ? അതിനിപ്പോ എന്തുണ്ടായേ? ഒന്നും ഉണ്ടായില്ലേ? ഇത്രയും ആമ്പിള്ളേര് അവിടെ നിൽക്കുമ്പോ നീ എന്തിനാ കൂട്ടത്തിൽ ചെന്ന് നിൽക്കേണ്ട ആവശ്യം? അതിനെന്താ, അവരെന്റെ ഫ്രണ്ട്സ് അല്ലേ, എനിക്കറിയാവുന്നവരല്ലേ. സമ്മതിച്ചു. നീ ഈ ലോകത്തൊന്നല്ലേ ജീവിക്കണേ? എല്ലാറ്റിനും ഒരു പരിധി വേണം. അങ്ങനെയാ ബുദ്ധിയുള്ളവൻ പിള്ളേര്. പോവാം. ഏ, പോണ്ടേ? വാ. ഞാനും പ്രതിഷേധിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. എന്തിന്? അല്ല, അമ്മയോടെ. നമ്മളുടെ ദേഷ്യം ആരോടൊക്കെങ്കിലും കാണിക്കണ്ടേ? നിനക്ക് ആഷിഖിലെ പാട്ട് ഇഷ്ടാണോ? ആ, ഇഷ്ടാണല്ലോ. എന്തി? അമ്മക്ക് ഞാനിങ്ങനത്തെ പാട്ട് കേൾക്കുന്നത് ഇഷ്ടമല്ല. അമ്മ പറയും പെൺകുട്ടികൾ ഇങ്ങനത്തെ പാട്ടൊക്കെ കേട്ടാ മോശമായി പോകുന്നു. എന്ത് പാട്ടടി വെച്ചേക്കണേ? ഈ പാട്ടിന് എന്താ കുഴപ്പം? ഇങ്ങനത്തെ പാട്ടിനെ കാണണം നിങ്ങള്. എന്ത് കഷ്ടം അത്. എന്ത്? ഇല്ല, ഞാനേ എന്റെ കാര്യം ആലോചിച്ചതാ. എന്റെ അമ്മയോ അതെ തൊട്ടനെ പിടിച്ചതിനൊക്കെ കുറ്റ. തന്റെ അമ്മ ഇത്രയ്ക്ക് ഫ്രണ്ട്ലി അല്ലാഞ്ഞിട്ട് ഈ കാർഡൊക്കെ മേടിക്കുവോ? പിന്നെന്താ? എന്തായാലും നീ ഇവിടെ വന്നല്ലേ, അമ്മേനെ കണ്ടിട്ട് പോവാം. ആ, ശരി. അമ്മ നല്ല പ്രാർത്ഥനയാണല്ലോ. എന്നെ കണ്ടല്ലാന്ന് തോന്നുന്നു.
എന്തായാലും ഇപ്പൊ കാണൂലോ. അമ്മ, ഇതാണ് എന്റെ ഫ്രണ്ട്. ഹാപ്പി മദേഴ്സ് ഡേ. അമ്മമാർക്ക് സ്നേഹം കൂടുമ്പോൾ ചിലപ്പോൾ വല്ലാതെ കെയർ ചെയ്യും. നമുക്ക് ചിലപ്പോൾ അതൊക്കെ ഒരു ഇറിറ്റേഷൻ ആയിട്ട് തോന്നും. കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും തല്ലു പിടിക്കാനേ നേരം ഉണ്ടായിരുന്നു. പോട്ടെ. ഹാപ്പി മദേഴ്സ് ഡേ. ഐ ലവ് യു അമ്മ. കൂട്ടുകാരി തൻ്റെ അമ്മയെക്കുറിച്ച് പങ്കുവയ്ക്കുന്ന ചിന്തകളിൽ നിന്ന് തൻ്റെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളിലേക്ക് കഥാപാത്രം എത്തുകയാണ്. താൻ കണ്ടിരുന്നതിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരു കോണിലൂടെ തൻ്റെ അനുഭവങ്ങളെ കാണാൻ തുടങ്ങുകയാണ് കഥാപാത്രം. ചില കാര്യങ്ങളോടുള്ള നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നിർണ്ണയിക്കുന്നത് അവയ്ക്ക് നാം കൊടുക്കുന്ന അർത്ഥമാണ്. അരുതുകളുടെയും വിലക്കുകളുടെയും കാര്യത്തിലും പല നിയമങ്ങളുടെയും നിയന്ത്രണങ്ങളുടെയും കാര്യത്തിലും ഇതുതന്നെയാണ്. പല അരുതുകളെയും വിലക്കുകളെയും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതും ഇഷ്ടപ്പെടാൻ കഴിയാത്തതും അവ ഏർപ്പെടുത്തുന്ന വ്യക്തികളെ അംഗീകരിക്കാൻ കഴിയാത്തതും വെറുക്കുന്നതുമൊക്കെ ഇതേ കാരണം കൊണ്ട് തന്നെയാണ്. അവ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഹനനമായും അടിച്ചമർത്തലായും കാണുന്നതുകൊണ്ടാണ് നമുക്കവയെ ഉൾക്കൊള്ളുവാൻ കഴിയാത്തത്. എന്നാൽ അരുതുകളും വിലക്കുകളും കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും ബഹിർസ്ഫുരണമാണ് എന്നൊരർത്ഥം മനസ്സിലാക്കുവാനായി സാധിച്ചാൽ അവയെ ഉൾക്കൊള്ളാനും അവ ഏർപ്പെടുത്തുന്നവരെ സ്നേഹിക്കാനും നമുക്ക് കഴിയും. മാതാപിതാക്കളുടെ ആയാലും സ്ഥാപനത്തിൻ്റെ ആയാലും രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥകളുടേതായാലും നിയന്ത്രണങ്ങളെ ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. ഈ ജീവിതത്തിൽ ദൈവത്തെ ആസ്വദിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഭാഗധേയം, പിന്നെയോ അവിടുത്തെ തിരുഹിതം നിറവേറ്റുക എന്നുള്ളതാണ്. ഇന്നത്തെ നിറവ് ഇവിടെ അവസാനിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. നാളെ ഇതേ സമയം കണ്ടുമുട്ടുന്നതുവരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർമ്മിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിറവിൽ ഗാനങ്ങൾ ആലപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ശാലോം ടെലിവിഷന്റെ പ്രോഗ്രാം ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെടുക. ഫോൺ 9605818881. ഒരിത്തിരി ഇടം തരുമോ എന്നീശോയെ, നിൻ ഹൃത്തിലെന്നെ ചേർത്തിടുമോ? ഒരിത്തിരി ഇടം തരുമോ എന്നീശോയെ, നിൻ ഹൃത്തിലെന്നെ ചേർത്തിടുമോ? നിന്റെ സ്നേഹ